നോമ്പിൻ്റെ ഈ പുണ്യ നാളുകളിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷപാതക്കാരനായ ഒരു രോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗം. ഈ വേദഭാഗത്തിൽ അനേക വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരെ നാമുമായി തുലനം ചെയ്ത് നാം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, യേശു കഫർന്നഹൂമിൽ ഉണ്ടെന്ന് ശ്രുതിയാവുകയും ഒരു ഭവനം യേശു കർത്താവിനായിട്ട് തുറക്കപ്പെടുകയും ചെയ്യുന്നു. ആ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. എന്തു തന്നെയായാലും യേശു കർത്താവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച ഒരു ഭവനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും നഷ്ടങ്ങളും ഒരുപാട് ഉണ്ടാകുന്നു. ഒന്നാമതായി, അനേകർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം അനേകർ ആ ഭവനത്തിൽ തടിച്ചു കൂടുന്ന ഒരു കാഴ്ച. ഇന്നെല്ലാവരും തങ്ങളുടേതായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ തൻ്റെ ഭവനം തുറന്നു കൊടുക്കുവാൻ ഈ മനുഷ്യൻ സന്നദ്ധനാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഭവനത്തിൻ്റെ മേൽപ്പൂര പൊളിച്ചു കളയുമ്പോൾ അതിനോട് അദ്ദേഹം യാതൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെയോ ദൈവമഹത്വം വെളിപ്പെടുവാൻ തൻ്റെ ഭവനവും തൻ്റെ ജീവിതവും വിട്ടുകൊടുക്കുന്നു. ഈ മനുഷ്യനെ പോലെ ദൈവസന്നിധിയിൽ നമുക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുവാൻ സന്നദ്ധരാണോ നാം ഓരോരുത്തരും എന്ന് ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്നു. രണ്ടാമതായിട്ട്, ഈ സംഭവത്തിലെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്തുള്ള വ്യക്തിയായ പക്ഷപാതക്കാരൻ ആണ്. ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ ഒരുപാടുള്ള മനുഷ്യൻ. യേശു കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, എന്നാൽ ഒരിക്കലും യേശു കർത്താവിനെ കാണും എന്നവൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ദൈവ സന്നിധിയിലേക്ക് അവൻ വരുമ്പോൾ, അവനെ കൊണ്ടുവരുമ്പോൾ അവൻ സൗഖ്യമാകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ ആവശ്യകതാബോധത്തോടെ എത്തുന്ന ഒരാളെയും ഉപേക്ഷിക്കുന്നവനല്ല വലിയവനായ ദൈവം തമ്പുരാൻ. മൂന്നാമതായിട്ട്, ഈ പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ടുവന്ന 4 പേരാണ്. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരായിരിക്കാം. തങ്ങൾ ഈ ലോകത്തിൽ ഏറെ അനുഗ്രഹീതമായി യാത്ര ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ തങ്ങളുടെ സ്നേഹിതൻ അല്ലെങ്കിൽ സഹോദരൻ ഒരിക്കലും ഒരു കട്ടിലിൽ കിടക്കേണ്ടവനല്ല എന്നുള്ളൊരു ചിന്ത അവരെ ഈ വലിയ ദൗത്യത്തിലേക്ക് നയിക്കുന്നു. അവർ ഈ വീട്ടിൽ വന്നുകൂടുമ്പോൾ അവിടെയുണ്ടായിരുന്ന ജനസമൂഹം വഴിയൊരുക്കാതെ ഇരിക്കുമ്പോൾ അവർ മേൽപ്പുര പൊളിച്ച് തുറന്ന് അവനെ കട്ടിലോടെ താഴേക്ക് ഇറക്കി വയ്ക്കുകയും യേശു കർത്താവ് ആ വേദഭാഗത്ത് പറയുന്നു, യേശു ഈ 4 ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് ഈ രോഗിയായ മനുഷ്യന് സൗഖ്യം നൽകുന്നു. നമ്മുടെ വിശ്വാസം മൂലം അനേകർ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. നാലാമതായിട്ട്, അവിടെയുള്ള ജനക്കൂട്ടം ആണ്. ആവശ്യത്തോടെ വരുന്ന ഒരുവന് വഴിയൊരുക്കുവാൻ പോലും സന്നദ്ധരല്ലാതെ ദൈവവചനത്തോട് ആർത്തിയുള്ളവരായി അവർ മാറുകയാണ്. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം, ആവശ്യത്തിലിരിക്കുന്നവന് വഴിയൊരുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. അഞ്ചാമതായിട്ടും അവസാനമായിട്ടും അവിടെയുള്ള ശാസ്ത്രിമാരാണ്. യേശു കർത്താവ് ഈ സൗഖ്യമാക്കൽ ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് അവർ പറയുകയാണ്, ഇവൻ ദൈവദൂഷണം പറയുകയാണ്. എത്ര നല്ലത് കണ്ടാലും അത് മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ. പ്രിയമുള്ളവരെ, 5 തരം ആളുകളെ പരിചയപ്പെടുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഒന്നാമതായിട്ട്, ഈ വീട്ടുടമസ്ഥൻ തനിക്കുള്ളതെല്ലാം നഷ്ടമാകുമ്പോഴും ദൈവം തന്നോടുകൂടെ ഇരിക്കണം എന്നാഗ്രഹിച്ച വ്യക്തി. രണ്ടാമതായിട്ട്, പക്ഷപാതക്കാരനായ രോഗി, അവൻ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നു. മൂന്നാമതായിട്ട്, ഈ 4 ആളുകൾ, അവരുടെ വിശ്വാസമാണ് അവന് സൗഖ്യം നൽകുന്നത്. നാലാമതായിട്ട്, ഈ ജനസമൂഹം, ആവശ്യത്തിലിരിക്കുന്നവന് വഴിയൊരുക്കി കൊടുക്കുവാൻ പോലും അവർ ഒരുങ്ങുന്നില്ല. അഞ്ചാമതായിട്ട്, യേശു കർത്താവിൻ്റെ വലിയ ഇടപെടൽ മൂലം ഇവൻ സൗഖ്യമാകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുന്നവരായി തീരുവാൻ, ദൈവവചനം ഹൃദിസ്ഥമാക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.